ലോക പുസ്തക ദിനത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ ആദ്യമായി എഴുത്തുകാരുടെ ഒരു സംഗമം ചങ്ങനാശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വിവിധ സാഹിത്യകാരന്മാരുടെ ഒരു സംഗമം എഴുത്തോല എന്ന പേരിൽ രൂപീകരിച്ചിരിക്കുകയാണ്. വിവിധ ജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഒറ്റ കുടക്കീഴിൽ എഴുത്തോല എന്ന പേരിൽ ഒരുമിച്ച് കൂടുകയാണ്. അതോടൊപ്പം തന്നെ പുതിയ തലമുറയിലെ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെയും എഴുത്തോലയോട് ചേർത്ത് നിർത്തുന്നു. ഇന്ന് തന്നെ ഉപന്യാസ മത്സരവും പുസ്തക ആസ്വാദന മത്സരവും കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിരിക്കുന്നു. വനിതകളും പുരുഷന്മാരും മുതിർന്നവരും യുവാക്കളും കുട്ടികളും എല്ലാം തന്നെ എഴുത്തോലയിൽ അണിനിരന്നിരിക്കുകയാണ്. വില്ലേജിൻ്റെ വളരെ നവീനമായ ഒരു പരിപാടിയാണ് എഴുത്തോല. നമ്മുടെ സെയിൻറ്റ് ജോസഫ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഈ പ്രദേശത്തെ എഴുത്തുകാരെ എല്ലാവരെയും കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് സാഹിത്യത്തെ, നല്ല എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള ഒരു സംരംഭമാണ് ഇവിടെ നടക്കുക. നമുക്ക് ഈ കാലഘട്ടത്തിലൊക്കെ നന്നായി അക്ഷരം എഴുതാൻ അറിയാവുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. സാഹിത്യവാസന അത് പ്രകടിപ്പിക്കാൻ കഴിയുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുമ്പോൾ ഇത്തരത്തിലുള്ള നല്ല ഒരു മുന്നേറ്റം സെൻറ്റ് ജോസഫ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിന് മീഡിയ വില്ലേജിന് നടത്താൻ സാധിക്കുന്നുള്ള ഏറ്റവും സന്തോഷകരമായൊരു കാര്യമാണ്. എല്ലാവിധ ആശംസകളും. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലിത്ത അഭിമന്യമാർ തോമസ് തറയിൽ പിതാവ് അദ്ദേഹത്തിൻ്റെ മെത്രാഭിഷേക ദിനത്തിലാണ് ഈ പ്രോഗ്രാമിന് തിരിതെളിച്ച് ഉദ്ഘാടനം നിർവഹിച്ചത്. മലയാള മനോരമയിലെ എഴുത്തുകാരിയും കോളേജ് അധ്യാപികയുമായ പ്രൊഫസർ കെ രേഖ മുഖ്യ പ്രഭാഷകയായിരുന്നു. കോളേജ് തലങ്ങളിലും സ്കൂൾ തലങ്ങളിലും ഫ്രീലാൻഡായി എഴുതുന്ന നിരവധി എഴുത്തുകാർ ഈ പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു. നമ്മുടെ സമൂഹത്തിന് നൽകാൻ ആഗ്രഹിക്കുന്ന സംസ്കാരങ്ങളിൽ ഒന്നാണ് ഒരിക്കലും മറക്കാതെ പുസ്തകത്തെ സ്നേഹിക്കണം, വായനയെ ഇഷ്ടപ്പെടണം, അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവർ ഇനിയും മുന്നോട്ട് വരണം, എഴുത്തുകാർ ഒരിക്കലും തളരാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന, എഴുതാൻ ആഗ്രഹിക്കുന്ന എഴുത്തുകാരായിട്ടുള്ള ആളുകളെ ഈ മീഡിയ വില്ലേജ് എന്ന് പറയുന്ന ഈ ഒരു കുടക്കീഴിൽ ഒന്നിച്ച് ചേർത്ത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാം ഒന്നിച്ചാണ്. അപ്പോൾ ഒന്നിച്ചാകുമ്പോൾ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം നമുക്ക് ഒന്നിച്ച് ചങ്ങനാശ്ശേരിയിൽ ചെയ്യാനാകും എന്നൊരു ചിന്തയാണ് ഇന്ന് ഇവിടെ പങ്കുവെക്കപ്പെടുന്നത്. വായന മരിച്ചോ എന്ന ഒരിക്കൽ അമേരിക്കൻ നോവലിസ്റ്റായ സോൾ ബെല്ലയോട് ഒരാൾ ചോദിച്ചു. സോൾ ബെല്ലോ നൊബേൽ സമ്മാനം കിട്ടിയ സാഹിത്യകാരനാണ്. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി ഇപ്രകാരമാണ്: വായന മരിച്ചുവെന്ന് പറയുന്നവരുടെ മുൻപിലേക്ക് കൂടുതൽ നല്ല പുസ്തകങ്ങൾ എഴുതി എത്തിക്കുക എന്നുള്ളതാണ് എഴുത്തുകാരുടെ ഉത്തരവാദിത്തം. ഇപ്രകാരം നല്ല എഴുത്തുകാർ കൂടുതലായി ഉണ്ടാകണമെങ്കിൽ, നല്ല വായനക്കാർ ഉണ്ടാകണമെങ്കിൽ അവർക്ക് പ്രോത്സാഹനവും സ്വീകരണവും ആവശ്യമാണ്. എഴുത്തോല ഈ ധർമ്മമാണ് ഏറ്റെടുക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ ഇപ്രകാരം എഴുത്തുമായി ബന്ധപ്പെട്ട സുമനസ്സുകളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതിന് മീഡിയ വില്ലേജിന് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നല്ലൊരു തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. നമ്മൾ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഒത്തിരിയേറെ ടെക്നോളജി നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി മാറ്റങ്ങൾ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ SB കോളേജിൽ വർഷങ്ങൾക്ക് മുമ്പ്, ഞങ്ങളൊക്കെ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത്, അവിടെ MA മലയാളത്തിന് ഒരു അഡ്മിഷൻ കിട്ടാൻ വലിയ പാടായിരുന്നു. കാരണം ഏറ്റവും മിടുക്കരായ മലയാളം വിദ്യാർത്ഥികളെല്ലാം അവിടെ വരും. അപ്പം മലയാളം MA പഠിക്കുന്നവരെ കുറിച്ച് പോലും ഞങ്ങൾക്കൊരു വലിയ മതിപ്പായിരുന്നു. ആ സ്ഥാനത്ത് നമ്മുടെ കോളേജിൽ MA മലയാളത്തിന് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കും. MA ഇംഗ്ലീഷ് പഠിക്കാൻ ഇഷ്ടംപോലെ, ഏറ്റവും നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതിൽ ഒത്തിരി വിദ്യാർത്ഥികളുണ്ടായിരുന്നു.
ഇപ്പോൾ അതിനും ഡിമാൻഡ് കുറയും. എന്ന് വെച്ചാൽ ഹ്യൂമാനിറ്റീസിനെല്ലാം, ഭാഷകൾക്കും ഹ്യൂമാനിറ്റീസിനും നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലുമെല്ലാം ഡിമാൻഡ് കുറഞ്ഞു വരുന്ന ഒരു കാലം ഒരു സംസ്കാരത്തെ സംബന്ധിച്ച് അത്ര ആശാവഹമാണോ എന്നെനിക്കറിയില്ല. ഇപ്പോൾ നമ്മുടെ കോഴ്സുകൾ കോളേജുകളിൽ തിരഞ്ഞെടുക്കുമ്പോൾ അവർ പറയുന്നത് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെടുത്തണം. എന്ന് വെച്ചാൽ ഇൻഡസ്ട്രി വിദ്യാർത്ഥികളുടെ പഠനത്തെയും നിയന്ത്രിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതും അത്ര ആശാവഹമാണോ എന്നറിയില്ല. പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടും, എവിടെയെങ്കിലും ജോലി കിട്ടുന്ന കോഴ്സുകൾക്ക് മാത്രം പോവുക എന്നുള്ള ഒരു തലത്തിലേക്ക് വരുമ്പോൾ ഈ ഭാഷയും സാഹിത്യവും ഒക്കെ ഒത്തിരിയേറെ അവഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എഴുത്തുകാർക്ക് അവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് എഴുതുവാൻ സാധിക്കാതെ വരുന്നുണ്ട്. അതുകൊണ്ട് വിമർശിക്കുന്നവരുടെ വായടപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ എഴുത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന പ്രവണതകൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന, എഴുത്തുകാരെന്ന് പറയുന്ന ആളുകൾ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരു ചരിത്രമാണ് നമുക്കുള്ളത്. അത് നിലനിർത്തുവാനായിട്ടും അതിലേക്ക് നമ്മുടെ ആളുകളെ പ്രചോദിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതും ഈ അവസരത്തിൽ പറയുവാനായിട്ട് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെ നല്ല ഒരു സംസ്കാരത്തിന്റെ നിർമ്മിതിക്കായി എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന, തൂലികയെ ചലിപ്പിക്കുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറട്ടെ. നമ്മുടെ എഴുത്തുകാർക്ക് അതിനുള്ള അംഗീകാരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഞാനിവിടെ ഇങ്ങനെ ഒരു എഴുത്തോല എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നു. സാഹിത്യത്തിന് അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നതിൻ്റെ വിശേഷങ്ങൾ റൂബി സർ മുതൽ പിതാവ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് കേരളത്തിൻ്റെ ഒരു ചരിത്രമാണ്. നമ്മളൊക്കെ ഭയങ്കര അഭിമാനത്തോടു കൂടി പറയുന്ന കാര്യമാണ്. നമ്മൾ പ്രബുദ്ധ കേരളം എന്നാണ് നമ്മളെ തന്നെ വിശേഷിപ്പിക്കുക. നമ്മൾ പലപ്പോഴും നമുക്ക് തന്നെ ഒരു തോന്നലുണ്ട്, നമ്മൾ ഇന്ത്യയിലെ മറ്റ് പല സ്റ്റേറ്റിലെ ആളുകളെക്കാളും നമുക്ക് ഇച്ചിരി ബുദ്ധി കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഉത്തരേന്ത്യൻ ആളുകളെയൊക്കെ നമ്മളെക്കാൾ ഒരു പടി താഴ്ന്ന, ബുദ്ധിപരമായ നമ്മളെക്കാൾ ഒരു പടി താഴ്ന്ന ആളുകളായിട്ടാണ് എപ്പോഴും കാണുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ ഒരു അഭിമാനമാണ്, നമ്മളൊരു പ്രബുദ്ധ കേരളം എന്നത് നമ്മുടെ ഒരു സങ്കല്പമാണ്, നമ്മുടെ ഒരു അഭിമാനമാണ്. പക്ഷെ വാസ്തവത്തിൽ നമുക്കറിയാം, ഒരു 10 എത്രയോ 200 വർഷത്തിന് മുമ്പ് എന്താ പറയുക, ഇതൊരു ഭ്രാന്താലയമാണ് എന്നുള്ള അന്തരീക്ഷത്തിൽ വിചിത്രമായ അനാചാരങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആളുകളുള്ള ഒരു സമൂഹമായിരുന്നു ഇത്. ഇവിടെ ആചാരങ്ങൾ ചരിത്ര പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഇപ്പോഴും നമുക്കത് അമ്പരന്ന് പോകും. അവിടെ നിന്ന് കേരളത്തെ നമ്മൾ ഇന്ന് വിശേഷിപ്പിക്കുന്ന പ്രബുദ്ധ കേരളം എന്നുള്ള ആ വിശേഷണത്തിൽ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നവരുടെ ഇടയിൽ നമ്മൾ കേരളത്തെ പറ്റി പറയില്ലേ, ചന്ദ്രനിൽ നീലാംസ്ട്രോങ് ചെന്ന് കഴിഞ്ഞപ്പോൾ കട്ടപ്പനക്കാരൻ കുട്ടപ്പച്ചേട്ടൻ ചായ ഇട്ട് കൊടുത്തു എന്ന് മലയാളികളുടെ ഒരു അധിനിവേശത്തെ കുറിച്ച് നമ്മൾ പറയും. അത്രയും മലയാളികളില്ലാത്തൊരു ലോകമില്ല. ഞങ്ങളുടെ തൃശ്ശൂരിനെ പറ്റിയിട്ട് പറയും. തൃശ്ശൂർ നഗരം നിങ്ങൾക്കറിയാമല്ലോ, കുറച്ച് വെടിക്കെട്ടും അപകടങ്ങളൊക്കെ ഉണ്ട്. അത് മാറ്റി നിർത്തിയാൽ നമ്മുടെ ഇച്ചിരി കൂടി ഭ്രാന്തന്മാരാണ്. ആനയുടെ പുറകുവശം കണ്ടാൽ അത് ഏത് ആനയാണെന്ന് പറയും തൃശ്ശൂർക്കാരെ കളിയാക്കും. അപ്പോൾ ഒരു വടക്കുന്നാഥന് ചുറ്റും ഇങ്ങനെ നഗരം വൃത്തത്തിൽ കറങ്ങുന്ന നഗരമാണത്. അവിടെ കണ്ടുമുട്ടുന്ന 5 പേരിൽ ഒരാൾ കവിയായിരിക്കും എന്ന് തൃശ്ശൂർക്കാരെല്ലാവരും കളിയാക്കും. പക്ഷെ ഇതിൻ്റെ ഒരു മൂല്യം എനിക്ക് പ്രത്യേകിച്ച് അവരുടെ തൃശ്ശൂർത്തെ ജീവിതത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു. ചങ്ങനാശ്ശേരിയിൽ എഴുത്തോലയ്ക്ക് തിരിതെളിക്കപ്പെട്ടിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി ശംഖനാദശ്ശേരി സാംസ്കാരിക സമ്പന്നമായ ഒരിടമാണ്. രേഖ ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഗ്രാമമാണെങ്കിലും ഗ്രാമത്തിൻ്റെ വിശുദ്ധിയും ആധുനികതയുടെ നന്മയും ഒരുപോലെ വിളക്കി ചേർത്ത ഒരു ദേശമാണ്. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗം ചെലവഴിച്ച ഒരു നാടാണ്. ലക്ഷ്മിപുരം കൊട്ടാരം, ചങ്ങനാശ്ശേരി അരമന, മുനിസിപ്പൽ ലൈബ്രറി, അങ്ങനെ പുസ്തകങ്ങളുടെ ഒരു നിധിശേഖരമുള്ള പ്രദേശമാണ്. ചങ്ങനാശ്ശേരിയിലും സമീപത്തുമുള്ള എഴുത്തുകാരെ ഒരുമിച്ച് ചേർത്ത് ഒരു ഓലയിൽ എന്ന വണ്ണം ചേർത്ത് നിർത്തുന്ന എഴുത്തോലയ്ക്കാണ് ഇന്ന് അഭിമന്യമാർ തോമസ് തറയിൽ പിതാവ് തുടക്കം കുറിച്ചിരിക്കുന്നത്.